ഗുഡ് മോർണിംഗ്. എനിക്ക് ബിസിനസ്സിനെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ബിസിനസ്സും കസ്റ്റമേഴ്സും അവർ തമ്മിലുള്ള ബന്ധം അതിദൃഢമാകണം. കസ്റ്റമേഴ്സിൻ്റെ വായിൽ നിന്നും നല്ല വാക്കുകൾ കേട്ടാൽ മാത്രമേ ആ ബിസിനസ് വളരുകയുള്ളൂ. കസ്റ്റമേഴ്സിൽ നിന്നും നെഗറ്റീവ് വന്നാൽ ഒരു ബിസിനസ്സിൻ്റെ തകർച്ചയ്ക്കാണ് അത് കാരണമാവുക. ഫോർ എക്സാമ്പിൾ, ടാറ്റ, അതുപോലെ തന്നെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി, ഇവരുടെയൊക്കെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർ കസ്റ്റമേഴ്സിനനുസരിച്ച് മാത്രം ബിസിനസ് ചെയ്യുന്നവരാണ്. കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് നല്ലൊരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം. കസ്റ്റമേഴ്സ് പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊരു ഫാൻ വാങ്ങാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഇലക്ട്രോണിക് സാധനം വാങ്ങാൻ പോവുകയാണ്. നമ്മൾ ബ്രാൻഡ് നോക്കിയോ അഡ്വർടൈസ്മെൻറ്റ് നോക്കിയോ അല്ല അത് ചെയ്യുന്നത്. അഡ്വർടൈസ്മെൻറ്റ് നോക്കും, ബട്ട് അതിൻ്റെ റേറ്റിങ്ങും നോക്കും, അത് ശരിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുന്നത്, നമ്മൾ പലരോടും ചോദിക്കും, ഏതാണ് നല്ലത്, എന്താണ് നല്ലത്, എന്തിൽ നിന്നാണ് എനിക്ക് വേണ്ട പ്രോഡക്റ്റിൻ്റെ ആ വാല്യൂ കിട്ടുക. അതനുസരിച്ചാണ് ഒരു ബിസിനസ് മുന്നോട്ട് പോവുക. അത് ഏത് മേഖലയിലായാലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രോണിക്സ് യുഗമാണ്, അതുപോലെ തന്നെ IT യുഗമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗമാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈവൻ ഒരു പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും നമുക്കെന്ത് നന്മ കിട്ടും, അതായത് ജനങ്ങൾക്ക് അത് ആ സാധനം അല്ലെങ്കിൽ ആ കമ്മോഡിറ്റി ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെയാണ് ഗുണം കിട്ടുക എന്നതനുസരിച്ചാണ് ഒരു മാർക്കറ്റിംഗ് ടീം പ്രവർത്തിക്കേണ്ടത്. വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ട് അതിൽ വീണു പോയിട്ട് ചതിക്കപ്പെട്ടു എന്നൊരു തോന്നൽ ആർക്കും ഉണ്ടാകരുത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സാധനം വാങ്ങി വലിയൊരു ജുവല്ലറിയിൽ നിന്നും, പക്ഷേ അതിൻ്റെ എന്തെങ്കിലും ഒരു കറപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു അഡൾട്രേറ്റഡ് ആണെങ്കിൽ ആ ജുവല്ലറിയിൽ പിന്നെ നമ്മൾ പോകില്ല. നമ്മൾ കൊടുക്കുന്ന പണം, ഓരോ പൈസയും നമ്മളുടെ വിയർപ്പിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു കിട്ടണം. അപ്പോൾ എനിക്കറിയാത്ത കാര്യമാണെങ്കിൽ പോലും ചെറിയ ചെറിയ ബിസിനസ്സുകാരോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ പ്രോഡക്റ്റ്സ് എപ്പോഴും ഹൈ വാല്യൂ ഉള്ളതായിരിക്കട്ടെ. അത് ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാകട്ടെ. അപ്പോൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ ബിസിനസ് തഴച്ചു വളരും. അത് ലോകം മുഴുവൻ അറിയപ്പെടും. ഇങ്ങോട്ട് വരും കസ്റ്റമേഴ്സ്, നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ.